നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, അതായത് കുറച്ച് നാളായിട്ട് അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പം വീണ്ടും ആക്റ്റീവായി. അപ്പം പുള്ളിക്കാരി പറയുന്നത് കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പില് NDAയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിലെ കാര്യമാണോ? അല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും വരുമെന്ന്. അതായത് അവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അനന്തപുരിയിൽ തുറന്ന വാതില് സെക്രട്ടേറിയറ്റിലും BJPക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് CPM ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിലും ശോഭയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ശോഭ ഇങ്ങനെ കത്തിക്കേറി എല്ലാ പ്രാവശ്യം എല്ലാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോഴും സ്വന്തമായിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടും ഒക്കെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഫ്ലെക്സ് ഒക്കെ അടിച്ചിറക്കി സ്വന്തമായിട്ട് അതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടൊന്നും എങ്ങും അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് പറഞ്ഞ പോലെ സ്വന്തമായി ഫ്ലെക്സ് വെച്ചിട്ട് പിന്നെ എന്നിട്ട് ആ ഫ്ലെക്സ് കീറിക്കളയുകയും കൂടെ ചെയ്തിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചു. അതായത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ വല്ലാതെ അങ്ങ് ഭ്രമിച്ചു. അത് എനിക്ക് ഇപ്പൊ അതാണ് തോന്നുന്നത്. അതായത് ഇതുവരെ ശോഭയുടെ കാര്യം ഇവിടെ ഇപ്പൊ എനിക്കൊന്നും സാധാരണ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് BJP ആണ്. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇപ്പൊ അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അടക്കം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നു. ഇപ്പൊ BJP ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴേ ചർച്ച തുടങ്ങി. അപ്പൊ എവിടെയും ഇനി എന്നെ മറന്നുപോയോ എന്നുള്ളത് ശോഭ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും BJPക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ മാത്രമാണ്. എന്നാൽ ഈ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഭരണാധികാരിയായി മാറുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അത് വസ്തുതയാണ്. കാരണം പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാളയത്തിലുള്ളവരെ പോലും അറ്റാക്ക് ചെയ്യാൻ മടിയില്ലാത്ത ഒരു നേതാവായിട്ടാണ് എനിക്ക് ശോഭാ സുരേന്ദ്രനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ അതിന് ഉത്തമ ഉദാഹരണമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയം. കൃഷ്ണകുമാർ എങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയായെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്ന് ഇവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രന്റെ ചരടുവലികൾ തന്നെയാണ് കൃഷ്ണകുമാറിനെ അവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ കൃഷ്ണകുമാറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും ഇറങ്ങിപ്പോയ സന്ദീപ് വാര്യർ ഓടി വന്ന് കോൺഗ്രസിൽ കയറിയത്. എന്നിട്ട് ഈ പറയുന്ന ഇയാൾക്കെതിരായ ആരോപണം ഉന്നയിച്ചത് സുരേന്ദ്രനെതിരായിട്ട് പണം കടത്തി, അല്ലെ പിന്നെ ധർമ്മജനുമായി വലിയ അടുപ്പം, മറ്റേ ധർമ്മരാജനുണ്ടല്ലോ ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഇയാളുമായിട്ട് ഭയങ്കര അടുപ്പമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരു അവതാരം പെട്ടെന്ന് പൊട്ടിമുളക്കുകയായിരുന്നു. ആ തിരൂർ സതീഷ് ഏറെക്കാലം ശോഭാ സുരേന്ദ്രൻ ഡ്രൈവർ ആയിരുന്നു എന്നടക്കം. അന്ന് ഈ AI ടെക്നോളജി വലുതായിട്ട് വളർന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ജെമിനിയിൽ കയറ്റിയിട്ട് പടം മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പൊ അയാളുടെ വീട്ടിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വിടുകയും ചെയ്തു തിരൂർ സതീഷ്. ശോഭാ സുരേന്ദ്രനാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അന്നാണ് ശോഭാ സുരേന്ദ്രന്റെ മാധ്യമ വിലക്ക്, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള 1-2 ചാനലുകൾക്ക് 24-നും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു. കാര്യം ചോദ്യങ്ങൾ ചോദിച്ച അസ്ഥാനത്തായി പോയി. പിന്നെ തന്നെയല്ല ഗോകുലം ഗോപാലിന് ഭീകരതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കാശിറക്കി കളിക്കുന്നു, വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നു. പക്ഷെ ആ സമയത്താണ് പിന്നെ ഈ ഗോകുലം ഗോപാലിന് ഇവർക്കെതിരായ കേസൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ എന്നിട്ട് ആ കേസിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ടുപോയി ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ട ഒരു തയ്യാറെടുപ്പൊന്നും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തും ഉണ്ടായില്ല. ശോഭാ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞാൽ വെറും ആരോപണങ്ങളുടെ കെട്ടഴിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ശോഭാ സുരേന്ദ്രന്റെ വാചകങ്ങൾക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ BJPക്കാർക്ക് എന്താ കയറാൻ പാടെന്താ? സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ CPM-കാർക്ക് മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. അങ്ങനൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് BJPക്കാർക്ക് കയറാം. ഇതാ ശോഭാ സുരേന്ദ്രൻ ആരാ പറഞ്ഞ അവിടെ കയറാൻ പറ്റില്ല എന്നുള്ള ജയിക്കണമെന്നുള്ള ബോധമുണ്ട്? അല്ല, അതല്ല സെക്രട്ടേറിയറ്റ് കയറാം, BJPക്കാർക്ക് കയറാം. അവിടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനം, ഒരു പൊതുസ്ഥാപനമാണ്, ഒരു പൊതുസ്ഥലമാണ് ഖജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അവിടെ ആർക്ക് വേണേ കയറാം. അവിടെ സെക്രട്ടേറിയറ്റ് കയറി ഏത് കാര്യവും ആർക്കും സാധിക്കാം. അവിടെ സെക്രട്ടറിമാരാണ് ഇരിക്കുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെ. ശോഭയ്ക്ക് അങ്ങനെ കയറിയ പോരെന്ന് പറഞ്ഞാൽ അതിപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ എന്തൊക്കെയാ പറഞ്ഞ്, ഇവിടെ 35 സീറ്റ് ഞങ്ങൾ നേടിയിരിക്കും, കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇതൊക്കെ പറഞ്ഞ ആരാ? BJPക്കാരാ പറഞ്ഞേ. എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ് കിട്ടിയോ? 35 കിട്ടിയോ? 3 കിട്ടിയോ? കിട്ടിയില്ല. 1 കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല.
അപ്പൊ അങ്ങനെ ഇപ്പൊ വീരവാദം മുഴക്കിക്കൊണ്ടിരുന്ന BJP നേതാക്കന്മാരുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരസഭ പിടിച്ചു. തിരുവനന്തപുരം നഗരസഭ പിടിച്ചത് BJPയുടെ എന്തോ വലിയ കാര്യമായിട്ട് കാണുകയാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ കിട്ടിയത്. തിരുവനന്തപുരം നഗരസഭ കിട്ടാനുള്ള കാരണം എന്താ? അവിടെ ഏകദേശം 10-40 വാർഡുകളിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. അവിടെ കോൺഗ്രസ് വിരലിലുണ്ടാവുന്ന വോട്ടുകൾ 1000 വോട്ടിൽ താഴെ മാത്രം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ്സുകാർ അതപ്പതിക്കുകയും അവിടെ BJP നേട്ടം ഉണ്ടാക്കുകയും ഉണ്ട്. അത്രയും താഴേക്ക് വോട്ട് പോയിട്ട് കോൺഗ്രസ്സുകാര് വോട്ട് മേടിച്ചെല്ലാം ജയിച്ചെന്ന് അവിടുത്തെ VV രാജേഷിന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റൂ? അങ്ങനെ പറയാൻ പറ്റൂ? VV രാജേഷിന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റൂ? ഈ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച K മുരളീധരന് പറയാൻ പറ്റുമോ കോൺഗ്രസിൽ ഒരൊറ്റ വോട്ട് പോലും ചോർന്നു പോയില്ലെന്ന് പറയാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ K മുരളീധരൻ എഴുതി വെക്കണം, തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ള കാര്യം എഴുതി വെക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഡീൽ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ ഒറ്റ വോട്ട് പോലും പുറത്തു പോയിട്ടില്ല പറയാൻ ധൈര്യമുണ്ടോ K മുരളീധരന്? അപ്പൊ വളരെ വ്യക്തമല്ലേ കോൺഗ്രസിന്റെ സ്ട്രെങ്ത് ഇല്ലാതായി. 200 വോട്ട് പോലും ഒരു വാർഡിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന് എന്ത് സ്ട്രെങ്ത് അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളത്? അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു നേട്ടത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ വാചക കസരത്ത് നടത്തുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ വരും. ഏത് ഡബിൾ എഞ്ചിനാ? അല്ല, ഏത് ഡബിൾ എഞ്ചിൻ? ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിച്ചാ ഇതാ നിൽക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണിച്ചാ സ്വയമാകാനായിരിക്കും. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ഈ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും നിന്ന് ജയിച്ചാൽ ശോഭാ സുരേന്ദ്രൻ പോസ്റ്റർ വെക്കും, ഭാവി നിയുക്ത മുഖ്യമന്ത്രിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് അത് വെക്കും. അതാണ് ശോഭാ സുരേന്ദ്രൻ. അല്ലാതെ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് എവിടെ നിന്ന് ജയിക്കാനാ? കായംകുളത്ത് കഴിഞ്ഞ ഇപ്പം വ്യാപകമായ ഒരു പ്രചാരം വരുന്നുണ്ട്. കായംകുളത്ത് നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ജയിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കായംകുളത്ത് നിന്ന് ആണ് മത്സരിക്കുക എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് വോട്ടിന് നേട്ടം ഉണ്ടായി, കായംകുളം മണ്ഡലത്തിൽ ഉണ്ടായി. അതുകൊണ്ട് കായംകുളത്ത് മത്സരിക്കും ഇതാണ് പറയുന്നത്. പക്ഷേ വോട്ടിംഗ് പാറ്റേണുകൾക്ക് വ്യത്യാസമുണ്ടെന്നേ. അന്ന് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് മുന്നോട്ട് ഒരു നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ടോ? കരിമണൽ കർത്തയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരിമണൽ കർത്തയും KC വേണുഗോപാലും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, വിളിച്ച് പച്ചയ്ക്ക് പുറത്തിറങ്ങിയുകൊണ്ട് വിളിച്ചു കൂവിയ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയും KC വേണുഗോപാലും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ നടപടിക്ക് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു, കുറച്ചു നാളോ അനക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞു. അതാ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന ഒരു ശൈലിയാണ് ശരിക്കും ശോഭാ സുരേന്ദ്രൻ അനുവർത്തിച്ചു പോരുന്നത്. രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും നേരിടാൻ തക്ക ശേഷി അല്ലെങ്കിൽ ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതിനൊക്കെ ഒരു കരുത്തൊന്നും പറയാൻ പറ്റില്ല, ഒരു വൃത്തികെട്ട സ്വഭാവം ശോഭാ സുരേന്ദ്രൻ, കുതന്ത്രം അങ്ങനെ തന്നെ പറയുന്നത് കറക്റ്റ് വേർഡാണ് വിദ്യ പറഞ്ഞത്. കുതന്ത്രം മെനയാൻ ഇതുപോലെ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. ആൾക്കാരെ കാണുമ്പോൾ ഞാൻ വലിയ പഞ്ചഭാവമാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കും. അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിക്കുകയും ഈ രീതിയിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയ കുതന്ത്രം കൊണ്ടു നടക്കുന്നവരാണ് ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ പറയുന്നത് അവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആളിനെ കയറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറിക്കോട്ടെന്നേ. BJPക്കാർക്ക് അവിടെ കയറുന്നതിന് ആരെങ്കിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് BJPക്ക് അവിടേക്ക് എത്താൻ കുറച്ച് വൈകേണ്ടി വരും. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം പിന്നെ കുറച്ചുകൂടെ കോൺഗ്രസ്സുകാരെയും കൂടെ കൂട്ടണം. തന്നെയല്ല, ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ഇത്രയ്ക്ക് ഒരു വലിയ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. ചില കാരണങ്ങൾ വേറെയുണ്ട്. തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ നന്നായിട്ട് അറിയാം. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിന് BJP വട്ടം കൂട്ടുന്നുണ്ടെന്നും BJPയും കോൺഗ്രസും കൂടെ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രന്റെ വ്യംഗ്യമായ പറച്ചിലുണ്ടല്ലോ, എങ്ങും തൊടാതെയുള്ള പറച്ചിൽ, അതുപോലെയാണ് തോന്നുന്നത്. ആണ് ഇരട്ട എഞ്ചിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2.5 വർഷം VD സതീശൻ ഭരിക്കും, 2.5 വർഷം നമ്മുടെ ഇവരും ഭരിക്കും. അതായത് CPM ആണല്ലോ പ്രധാന എതിരാളി, മുഖ്യ എതിരാളി CPM ആണ് ഇവര്. അതായത് UDFന്റെയും രണ്ടുപേർക്കും എതിരാളി അങ്ങനെയാണ്. ത്രികോണ മത്സരം അല്ലെങ്കിൽ പോലും അങ്ങനെ വരുമ്പോൾ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. കാര്യം രണ്ടുപേരും ശക്തരായിട്ട് ഇങ്ങനെ ഒരു ഒറ്റ മുന്നണി അല്ലെങ്കിൽ പോലും ഒരു മുന്നണി എന്ന പോലെ നിലനിൽക്കുകയും CPM പരാജയപ്പെടുത്തുക എന്ന പറയുന്ന ലക്ഷ്യത്തിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൈം വ്യവസ്ഥ വരും.
5 വർഷം, 2.5 വർഷം പിന്നെ വി ഡി സതീശൻ ഭരിക്കും, 2.5 വർഷം ശോഭാ സുരേന്ദ്രൻ ഭരിക്കും. ഇങ്ങനെ ഒരു അതായിരിക്കും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത്. 2 എഞ്ചിൻ ആയില്ലേ, ഒരു എഞ്ചിൻ പിന്നെ വി ഡി സതീശന്റെയും ഒരു എഞ്ചിൻ ശോഭാ സുരേന്ദ്രന്റെയും. അപ്പൊ അങ്ങനെ രണ്ടുപേരും വിജയിക്കും എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഭരിക്കും എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. കേന്ദ്രത്തിലെ വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്നില്ലേ? കേരളത്തിലെ കേന്ദ്ര പദ്ധതികൾ പലതും, കേന്ദ്ര ഫണ്ട് എത്ര ഇവിടെ വരുന്നുണ്ട് പദ്ധതി വിഹിതം എന്നുള്ള നിലയിൽ എത്ര ശതമാനം നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്? ഇത് ചോദിക്കാൻ ശോഭാ സുരേന്ദ്രന് കൽപ്പുണ്ടോ? ഇല്ല. സംസ്ഥാനത്തിന് ആകെ ഇവിടെ കേന്ദ്ര പദ്ധതി പ്രകാരം കേന്ദ്ര പദ്ധതികൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കേണ്ട ആവശ്യമായ ഫണ്ടിന്റെ 0.9% പോലും ഇവിടേക്ക് എത്തുന്നില്ല. അതായത് 1% പോലും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ല കേന്ദ്ര പദ്ധതികൾക്കായിട്ടുള്ള വിഹിതം. അതുപോലും വരുന്നില്ല. അതിപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ 60% പിന്നെ പല പദ്ധതികളും നമ്മുടെ കേരളം നടപ്പിലാക്കാൻ പോകുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പേര് മാറ്റി മഹാത്മാഗാന്ധി എടുത്ത് ദൂരെ കളഞ്ഞില്ലേ? എന്നിട്ട് അതിനകത്ത് എങ്ങനെയാ 40-60 എന്ന് പറയുന്ന അനുപാതത്തിൽ നിന്ന് മാറിയില്ലേ? അല്ലെ, 90-10 എന്നുള്ളത് മാറിയിട്ട് ആ ഒരു നിലയിലേക്ക് പോവാണ് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എങ്ങനെ ആയിരിക്കണം വികസന പ്രവർത്തനം നടപ്പിലാക്കേണ്ടത്? കേരളത്തിന് ആവശ്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു പോയ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു സംശയലേശമെന്നേ പറയാൻ സാധിക്കും. ഈ പറയുന്ന ദേശീയപാത വികസനം, പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത വികസനം എവിടെയാണ് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണെന്നേ. എന്തുകൊണ്ടാണ്? അവിടെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അടക്കം വളരെ വേഗത്തിൽ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയത് കൊണ്ടാണ് പിന്നെ ഹൈവേയുടെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വളരെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല എവിടെയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്? ഈ പറഞ്ഞ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടോ അങ്ങനെ? അല്ല. ആരോഗ്യ മേഖല എവിടെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? നമ്മുടെ കേരളത്തിലാണെന്നേ. അപ്പോൾ എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലകളിലും ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ ആരാണ് ടോപ്പറായി നിൽക്കുന്നത്? കേരളമാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം പരിശോധിച്ച് നോക്കിയാലും കേരളം ഏകദേശം 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന ഒരു വികസനം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ മാത്രം പറയുകയല്ല, UDFന്റെ കാലഘട്ടത്തിൽ വികസന പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ, സർക്കാർ ഉദ്യോഗം കൊടുക്കുന്ന കാര്യത്തിൽ, PSC നിയമനങ്ങളുടെ കാര്യത്തിൽ, അതിലെല്ലാം കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ല കേരളത്തിൽ ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നിട്ട് ഇവരെന്ത് കാണിച്ചു കൂട്ടാനാണ്? BJPക്ക് അതിനുള്ള ആർജവമുണ്ടോ? BJPക്ക് അങ്ങനെ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്ത് ഉയർത്തി കാണിക്കാൻ കഴിയുമോ? രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കും പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇതെല്ലാം എഴുതി വിൽക്കുമെന്നേ. ഇതെല്ലാം എഴുതി വിൽക്കും. അവിടെ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പിന്നെ കേരളം മൊത്തം അങ്ങനെ എഴുതി വിൽക്കാൻ പോകും. കാര്യം അങ്ങേരുടെ ഉള്ളിൽ നിൽക്കുന്ന കോർപ്പറേറ്റ് മൈൻഡാണ്. പുള്ളി ഇവിടെ വന്നിട്ട് എന്ത് കാണിച്ചു കൂട്ടാനാണ് നമ്മുടെ സംസ്ഥാനത്ത്? സാധാരണക്കാരോട് ഇടപെടാൻ ഈ പറയുന്ന പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കഴിയൂ? ഇല്ല. അപ്പം ശോഭാ സുരേന്ദ്രന്റെ ഇത്തരം വാക്കുകൾക്ക് വലിയ പ്രസക്തി ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ നല്ലത്. കാരണം ഇതൊക്കെ വെറും വാക്കുകളാണ്. ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരും. ഇത് ചുമ്മാ സുരേഷ് ഗോപിയിലെ പണ്ട് വിളിച്ചു കൂവിയത് പോലെയാണ്. അല്ലെ, സുരേഷ് ഗോപി പറയുന്ന പോലെയാണ്. ഇവിടെ ഞാൻ മറ്റേ അങ്ങനെ കൊണ്ട് യോഗി ആദിത്യനാഥെ ബുൾഡോസറും കൊണ്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരുന്നു. ആരെ തോപ്പിക്കാൻ? ഇവിടെ അങ്ങനെ പിന്നെ യോഗി ആദിത്യനാഥ് വന്ന് കേരളത്തിന്റെ ഒരു മണ്ണെ തൊടത്തില്ല ബുൾഡോസറുമായിട്ട് വന്നിട്ട്. ഇവിടെ ബാക്കി ആമ്പിള്ളേരുണ്ടെന്നേ ഇത് കയറി ഇറങ്ങി മേയാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊന്നും വലുതായിട്ട് നമ്മൾ വലിയ വിശാലമായ അർത്ഥത്തിൽ ഇതൊക്കെ നാളെ നടപ്പിലാകാൻ പോകുന്ന കാര്യമാണ് എന്ന് കരുതി സത്യം പറഞ്ഞ BJPക്കാരും അതിന് മഞ്ഞു കൊള്ളേണ്ട ആവശ്യമില്ല. അതൊക്കെ വരും കാലങ്ങളിൽ ആ സമയത്ത് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ ഏത് പ്രായം ഉണ്ടാകുമെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അപ്പൊ അത്രത്തോളം കാലമെടുക്കും ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരൊക്കെ കൊണ്ടുവന്ന് ചിലപ്പം ഈ പറയുന്ന ഡീല് നടക്കുകയാണെങ്കിൽ, അതായത് കോൺഗ്രസും BJPയും തമ്മിൽ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ പോലെയുള്ള ഒരു ഡീല് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ നടക്കും. 2.5 വർഷം വി ഡി സതീശൻ ഭരിക്കും, 2.5 വർഷം ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഭരിക്കും. ഇതായിരിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്.